ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ഭാഗവതം എനിക്കിപ്പോഴും ഭാഗവതം ലിങ്ക് ഭാഗവതം ഗ്രൂപ്പിൽ ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അന്ന് ആഡ് ചെയ്തില്ലേ മാതാജി? എനിക്ക് ഗ്രൂപ്പ് കിട്ടുന്നില്ല. ഞാൻ വേറൊരു ലിങ്ക് വഴിയെ കയറുന്നു. എനിക്ക് ആ വാട്സാപ്പിൽ എന്റെ ആ ഗ്രൂപ്പിന്റെ ഇത് വരുമല്ലോ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഒന്ന് മാതാജി എനിക്കൊരു ഹരേ കൃഷ്ണ വിടും ഇപ്പൊ. ശരി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശകാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ മാതാജി. അപ്പൊ നമ്മൾ ഇന്നലെ 7ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗം 15 ശ്ലോകം എടുത്തു. ഇന്നലെ നമ്മൾ എന്താ പറഞ്ഞത്? നവവിധ ഭക്തിയെ പറ്റി. നവവിധ ഭക്തിയെ ഭഗവാന്റെ ഭിന്നമായ ഭൗതിക പ്രകൃതിയിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? പിന്നെ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമാകുന്ന ഭഗവാന്റെ രൂപങ്ങൾ, ത്രിഗുണങ്ങൾ. മഹാബലി ചക്രവർത്തിയുടെ ഇത്രയും നാളും ഞങ്ങൾ മനസ്സിലാക്കിയ കൃഷ്ണ. അപ്പൊ ഇന്നലെ ആദ്യത്തെ 15 ശ്ലോകത്തിൽ നമ്മൾ എടുത്തത് ഭഗവാന്റെ 2 ശക്തികളെ കുറിച്ച് പറഞ്ഞു അല്ലെ? അതിലല്ലേ പറഞ്ഞത്? ഉത്കൃഷ്ട ശക്തി, ആധ്യാത്മിക ശക്തി, ഭൗതിക ശക്തി. ഇതിലല്ലേ പറഞ്ഞു നമ്മൾ 7ാമത്തെ അധ്യായല്ലേ? 7. എന്തൊക്കെയാ നമ്മൾ ഇന്നലെ പറഞ്ഞത്? നവവിധ ഭക്തിയുടെ നവവിധ ഭക്തി ഏതൊക്കെയാണ്? അതൊന്ന് പറഞ്ഞേ. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം. ഓരോരുത്തരും ഉദാഹരണം ആരൊക്കെ നമുക്ക് പറയാൻ പറ്റാ? കീർത്തനത്തിൽ പരീക്ഷിത് മഹാരാജാവ്, ശ്രീ ശുക ബ്രഹ്മർഷി, സ്മരണം പ്രഹ്ലാദൻ, പാദസേവനം ലക്ഷ്മി ദേവി, അർച്ചനം മഹാരാജാവിന്റെ കഥ എന്താണ്? വന്ദനം അക്രൂരൻ, ദാസ്യം ഹനുമാൻ, സാഖ്യം അർജുനൻ, ആത്മനിവേദനം ബലി മഹാരാജാവ്. പൃഥ്വിമഹാരാജാവിന്റെ കഥ നിങ്ങള് ഭാഗവതത്തിന്റെ ക്ലാസ്സിൽ കയറുന്നവരാണോ? നിങ്ങൾക്ക് PDF കിട്ടിയിട്ടുണ്ടാവില്ലേ? പ്ലാലിസ്റ്റ് ഇട്ടിട്ടുണ്ടാവില്ല. ആ പ്ലാലിസ്റ്റില് 3ാമത്തെ അധ്യായത്തില് പൃഥ്വിമഹാരാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. 3ാമത്തെ അധ്യായം പ്ലാലിസ്റ്റിൽ കേട്ടോ. രാജാവ് അവതാരം എങ്ങനെയാണെന്നുള്ളത് പറയുന്നുണ്ട്. പൃഥു ഭഗവാന്റെ അവതാരാണ് ശരിക്കും പൃഥു മഹാരാജാവ്. അങ്ങനെ അമ്മയില്ലാതെ ജന്മം എടുക്കുന്നതാണ് പൃഥു മഹാരാജാവ് എന്നൊരു ഓർമ്മ. എനിക്കൊരു ഓർമ്മയിൽ അങ്ങനെ വരുന്നത്. അതായത് ഭഗവാന്റെ അച്ഛന്റെ ഭയങ്കര ദുഷ്ടനായിരുന്നു അച്ഛൻ. പിന്നെ അച്ഛന്റെ മരണശേഷം ആ ബോഡി സംസ്കരിച്ച് മന്ത്രങ്ങളൊക്കെ ചൊല്ലി അതിൽ നിന്ന് ജന്മം എടുത്ത് വരുന്നതാണ് പൃഥു മഹാരാജാവ് എന്നാണ് ഒരു ഓർമ്മ. ഒന്ന് നോക്കിക്കോളൂ എന്നിട്ട് 3ാമത്തെ അധ്യായത്തിലാണ് ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പൃഥു മഹാരാജാവിനെ. ഭാഗവതത്തിന്റെ ഗുണത നമുക്കിത് റിലേറ്റഡ് ആയിട്ട് പോണാരോട് കുറെ കാര്യങ്ങള് മനസ്സിലാക്കാൻ പറ്റും അതിനായിട്ട് കണക്ട് ചെയ്തിട്ട്. ആ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി 3ാമത്തെ അധ്യായത്തിൽ. ശ്ലോകം ഏതാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാൻ ആ ശ്ലോകം പറഞ്ഞില്ല. അപ്പൊ അത് വെച്ച് നോക്കിയാൽ മതി.
പിന്നെ നമ്മള് ഇനിയിപ്പോ നമ്മൾ എന്താ പറഞ്ഞത്, പിന്നെ അതിൽ പറഞ്ഞു എല്ലാവർക്കും ആയിരക്കണക്കിന് ആളുകള് ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് പൂർണ്ണത നേടാൻ ശ്രമിക്കും. അതിൽ പൂർണ്ണത നേടുന്നത് വളരെ കുറച്ചായിരിക്കും. അതിൽ കുറച്ച് പേർക്ക് എന്ത് സാധിക്കുള്ളൂ? ഭഗവാനെ കുറിച്ച് അറിയാനും സാധിക്കുള്ളൂ അല്ലെ. എല്ലാവർക്കും അതിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല എന്ന് നമ്മൾ കണ്ടു. പിന്നെ ഭഗവാന്റെ ഭൗതിക പ്രകൃതി, ശ്രേഷ്ഠമായിട്ടുള്ള ഭൗതിക പ്രകൃതിയെ കുറിച്ച് പറഞ്ഞു. എന്താണ്? 8 ഘടകങ്ങള്, 8 എണ്ണം അടങ്ങുന്നതാണ് ഭൗതിക പ്രകൃതി. ഏതൊക്കെയാണ് 8 ഘടകങ്ങള്? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇത് 8 എണ്ണം അടങ്ങിയതാണ് എന്ന് പറഞ്ഞു. പിന്നെ അത് കൂടാതെ ഭൗതിക പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഭഗവാന്റെ 3 ശക്തികൾ പറഞ്ഞു. വിഷ്ണു ശക്തികൾ ഏതൊക്കെയാണ്? കാരണോദകശായ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു. വിഷ്ണു ഒന്ന് ഫസ്റ്റത്തെ വിഷ്ണു, എല്ലാത്തിനും കാരണമാകുന്നതാണ് കാരണോദകശായ വിഷ്ണു. കാരണോദകശായ വിഷ്ണു കാരണ സമുദ്രത്തിൽ ശയിക്കുന്നു. കാരണോദകശായ വിഷ്ണു അല്ല, കാരണമാകുന്നത് കാരണോദകശായ വിഷ്ണു. ആ കാരണോദകശായ വിഷ്ണുവിന്റെ രോമകൂപങ്ങളിൽ നിന്നാണ് അനേകം പ്രപഞ്ചങ്ങൾ ഉണ്ടാകുന്നത്. ആ പ്രപഞ്ചാണ് നമ്മൾ ഓരോരോ മുട്ട പോലെ നമ്മൾ ആ ഗോൾഡൻ കളറിൽ കാണുന്നത്. ഓരോ പ്രപഞ്ചത്തിലും ഓരോന്നിനും ജീവൻ നൽകുന്നത് ആരാണ്? ഗർഭോദകശായ വിഷ്ണു. ഗർഭോദകശായ വിഷ്ണു. ആ ഗർഭോദകശായ വിഷ്ണു അതിൽ വന്നു. പിന്നെ അതിൽ ഓരോ ജീവാത്മാക്കളിലും പരമാത്മാവായിട്ടിരിക്കുന്നതാണ് ആര്? ക്ഷീരോദകശായ വിഷ്ണു. ഫസ്റ്റ് പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് കാരണമാകുന്നത് കാരണോദകശായ വിഷ്ണു. കാരണോദകശായ വിഷ്ണുവിന്റെ രോമകൂപങ്ങളിൽ നിന്നാണ് ഈ പ്രപഞ്ചങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെ കുറെ പ്രപഞ്ചങ്ങൾ ഉണ്ടാകും. ആ ഓരോ പ്രപഞ്ചത്തിനും ജീവൻ നൽകുന്നത്, അതിലൊക്കെ ഉൾപ്പോകുന്നതാണ് ആര്? ഗർഭോദകശായ വിഷ്ണു. ഗർഭത്തിലേക്ക് ഇരിക്കുക എന്ന് പറയാം, ഗർഭോദകശായ വിഷ്ണു. അതിനുശേഷം ആ ഓരോ ജീവാത്മാവിലും, അതിലുള്ള ഓരോ ജീവാത്മാവിനും എന്താണ്? പരമാത്മാവായിട്ടിരിക്കുന്ന ഓരോ ജീവാത്മാവിലും പരമാത്മാവായിട്ടിരിക്കുന്നതാണ് ആര്? ക്ഷീരോദകശായ വിഷ്ണു. നമുക്കൊരു ദിവസം അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാല്. പിന്നെ അടുത്തത് ഇനി എന്താണ്? ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തികളെ കുറിച്ച് പറഞ്ഞു. ഉത്കൃഷ്ട ശക്തി ഏതാണ് ഭഗവാന്റെ? അധമ ശക്തിയാണ് ഭൗതിക പ്രകൃതി. ഉത്കൃഷ്ട ശക്തിയാണ് ഏത്? ജീവാത്മാവ്. ജീവഗണങ്ങളെയാണ് ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തി എന്ന് പറയുന്നത്. അധമ ശക്തിയാണ് ഭൗതിക പ്രകൃതി. എന്തുകൊണ്ടാണ് ജീവാത്മാക്കളെ ഉത്കൃഷ്ട ശക്തി എന്ന് പറയുന്നത്? ഭഗവാന് ഗുണത്തില് തുല്യരാണിത് ഇവരെല്ലാവരും അല്ലെ. നമുക്കറിയാം ജീവാത്മാവും ഭഗവാനും എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഗുണത്തില് ജീവാത്മാവും ഭഗവാനും തുല്യമാണ്. നമ്മൾ കടലിലെ വെള്ളം ഉദാഹരണം പറഞ്ഞിരുന്നു. കടലിലെ വെള്ളം, ഒരു ബക്കറ്റിൽ വെള്ളം എടുത്താലും ആ വെള്ളത്തിന്റെ അതേ രസം എന്തിലുണ്ടാകും? ആ വെള്ളത്തിലുണ്ടാകും. പക്ഷെ അളവ് നോക്കുമ്പോൾ രണ്ടും വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് ഗുണത്തില് തുല്യമായിരിക്കും ജീവാത്മാവും ഭഗവാനും, പക്ഷെ അളവിൽ എങ്ങനെയാണ്? രണ്ടും ഭയങ്കര വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയാണ് ആര്? ജീവഗണങ്ങൾ എന്ന് പറയാം. പിന്നെ നമ്മൾ എന്താ കണ്ടത്? പിന്നെ ഭഗവാൻ പറഞ്ഞു അല്ലെ, മുത്തുകൾ നൂലിന്മേൽ എന്ന പോലെ ഈ ഭൗതിക പ്രപഞ്ചം മുഴുവൻ എങ്ങനെയാണ്? ഭഗവാനിൽ ഇണക്കി കോർക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എല്ലാതും ഭഗവാനിൽ ഇണക്കി കോർക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ആ നൂല് കാണുന്നില്ല, നല്ല ഭംഗിയിൽ മുത്തുകൾ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്ന പോലെ നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെയാണ് ഭഗവാനെ നമ്മൾ കാണുന്നില്ല, പക്ഷെ എല്ലാം ഭഗവാനില് ഇണങ്ങിച്ചേർന്ന് നിൽക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഭഗവാന്റെ കുറച്ച് എന്താണ് വൈഭവങ്ങളെ പറ്റി, എന്താ പറയാ, വിഭൂതികളെ കുറിച്ച് പറഞ്ഞു തന്നു, സൂചന തന്നിട്ടുള്ളതാണ് ഇവിടെ. ജലത്തിലെ രസം ഭഗവാനാണെന്ന് പറഞ്ഞു. സൂര്യൻ ചന്ദ്രന്മാരിലെ പ്രകാശം, വേദമന്ത്രങ്ങളിലെ ഓംകാര പ്രണവം, ആകാശത്തിന്റെ ശബ്ദം, പുരുഷന്മാരുടെ പൗരുഷം, അതൊക്കെ ഭഗവാനാണ്. അതായത് ഭഗവാന്റെ വിഭൂതികളുടെ ചെറിയൊരു സൂചന കൂടെ 7ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ തരുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നെ 10ാമത്തെ അധ്യായത്തിൽ വിഭൂതികളെ കുറിച്ച് പറയുന്നത്. ഇനി ഭഗവാൻ എന്താ പറഞ്ഞത്? ഭൗതിക പ്രകൃതി, ഭഗവാന്റെ 3 ഗുണങ്ങൾ പ്രകൃതിയുടെ 3 ഗുണങ്ങളായിട്ടുള്ള ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഭഗവാന്റെ ആ ശക്തിയെ അതിജീവിക്കാനായിട്ട് അത്ര എളുപ്പമുള്ളതല്ല. അതെങ്ങനെ സാധിക്കുക? ഭഗവാന് സ്വയം സമർപ്പിച്ചവർക്ക് മാത്രമേ അത് നിഷ്പ്രയാസം സാധിക്കുള്ളൂ. അല്ലാതെ ഈ ഗുണങ്ങളെ മറികടക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. അത് സാധിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാന് സ്വയം സമർപ്പിച്ചവർക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ എന്നുള്ളതും ഭഗവാൻ നമുക്ക് ഈ 14ാമത്തെ ശ്ലോകത്തില് പറഞ്ഞു തന്നു. അത്രയല്ല നമ്മൾ എടുത്തത്? 15 വരെ എടുത്തോ? 14 വരെ ആയിരിക്കും അല്ലെ? 14 വരെ. ഇനി ഭഗവാനെ ഭജിക്കുന്ന 4 കൂട്ടരെ കുറിച്ചും ഭഗവാനെ ഭജിക്കാത്ത 4 കൂട്ടരെ കുറിച്ചാണ് ഭഗവാൻ അടുത്തതിൽ പറയാനായിട്ട് പോകുന്നത്. 4ാമത്തെ ഭാഗം
15 മുതൽ 19 വരെ. സുകൃതികളാകട്ടെ ജ്ഞാനം വികസിപ്പിച്ച് ഭഗവാനിൽ സ്വയം സമർപ്പിക്കുന്ന സുകൃതികളെ കുറിച്ചും ജ്ഞാനത്തിന്റെ അഭാവം കൊണ്ട് ഭഗവാനിൽ സമർപ്പിക്കാത്ത ദുഷ്കൃതികളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഇപ്പൊ ജ്ഞാനം കൊണ്ട് ഭഗവാനിൽ സമർപ്പിക്കുന്ന സുകൃതികളെ കുറിച്ചും അജ്ഞാനികളായതുകൊണ്ട് ഭഗവാനിൽ സമർപ്പിക്കാത്ത ദുഷ്കൃതികളെ കുറിച്ചുമാണ് ഇനി 19 വരെയുള്ള ശ്ലോകത്തില് പറയുന്നത്. നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരോധമാ മായായ ബഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിതഃ. ദുഷ്കൃതരായ മൂഢന്മാരും മനുഷ്യാധമന്മാരും മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോട് കൂടിയവരും നിരീശ്വരരുമായ അസുരന്മാർ എന്നെ ശരണം പ്രാപിക്കുന്നില്ല. അപ്പൊ ഇനി ഭഗവാനെ ശരണം പ്രാപിക്കാത്തവരാരൊക്കെയാണ്? ദുഷ്കൃതരായ മൂഢന്മാർ, മനുഷ്യ അധപന്മാർ, മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോട് കൂടിയവർ, നിരീശ്വരരായ അസുരന്മാർ, ഇവരാരും എന്നെ ശരണം പ്രാപിക്കുന്നില്ല. അപ്പൊ ഭഗവാനെ ശരണം പ്രാപിക്കാത്തവരാണ് മൂഢന്മാര്. ഒന്നാമത്തെ പറഞ്ഞതാണ് ദുഷ്കൃതരായിട്ടുള്ള മൂഢന്മാര് ശരണം പ്രാപിക്കുന്നില്ല. പിന്നെ ആരാണ്? മനുഷ്യ അധമന്മാര്, മനുഷ്യന്മാരിൽ തന്നെ അധമമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന അധമന്മാര്, മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോട് കൂടിയത്. അതായത് ജ്ഞാനികളാണ്. എങ്ങനത്തെ ജ്ഞാനാണ്? മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോട് കൂടി, അതായത് ഭൗതികമായിട്ടുള്ള ജ്ഞാനം, ജ്ഞാനം ഉള്ളവരെന്ന് പറയാം നമുക്ക്. ആ ജ്ഞാനികളും പിന്നെ നിരീശ്വരരുമായിട്ടുള്ള അസുരന്മാരും എന്ത് ചെയ്യുന്നില്ല? ഭഗവാനെ ശരണം പ്രാപിക്കുന്നില്ല. 4 കൂട്ടര്: മൂഢന്മാര്, മനുഷ്യാധമന്മാര്, മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോട് കൂടിയവര്, നിരീശ്വരന്മാര്, ഇവര് 4 പേരും ഭഗവാനെ ശരണം പ്രാപിക്കുന്നില്ല. അമേദ്യം ഭക്ഷിക്കുന്ന പന്നികൾ നെയ്യും പഞ്ചസാരയും ചേർത്തുണ്ടാക്കുന്ന പലഹാരങ്ങൾ സ്വീകരിക്കാൻ ഇക്കൂട്ടക്കാറില്ല. അശാന്ത പ്രയത്നം ചെയ്യുന്ന മൂഢന്മാരായ ഇക്കൂട്ടർ ക്ഷണികമായ ഭൗതിക ലോകത്തെ സംബന്ധിച്ച ഇന്ദ്രിയാഹ്ലാദകാരികളായ വാർത്തകൾ കേൾക്കുമെങ്കിലും ഭൗതിക ലോകത്തെ ചലിപ്പിക്കുന്ന ശാശ്വത ജീവിത ചൈതന്യത്തെ പറ്റി കേൾക്കാൻ അവർക്ക് സമയം ദുർലഭമാണ്. ഇവിടെ അമേദ്യം ഭക്ഷിക്കുന്ന പന്നിക്ക് എപ്പോഴും അഴുക്കിൽ കിടക്കാനാണ് ആര് ഇഷ്ടപ്പെടുന്നത്? പന്നി ഇഷ്ടപ്പെടുന്നത്. ആ പന്നിന്റെ ഭക്ഷണം എന്താണ്? അമേദ്യമാണ്. എന്താണ്? വിസർജ്യമാണ്. ആര് കഴിക്കുന്നത്? പന്നി കഴിക്കുന്നത്. ആ പന്നി ഒരിക്കലും നെയ്യും പഞ്ചസാരയും ചേർത്ത ആഹാരം കഴിക്കാനായിട്ട് കൂട്ടാക്കാറില്ല. അശാന്ത പ്രയത്നം ചെയ്യുന്ന മൂഢന്മാരായി കൂട്ടരെ ക്ഷണികങ്ങളായ ഭൗതിക ലോകത്തെ സംബന്ധിച്ച ഇന്ദ്രിയ ആഹ്ലാദകാരികളായ വാർത്തകൾ കേൾക്കുമെങ്കിലും ഭൗതിക ലോകത്തെ ചലിപ്പിക്കുന്ന ശാശ്വത ജീവിത ചൈതന്യത്തെ പറ്റി കേൾക്കാൻ അവർക്ക് സമയം ദുർലഭമത്രേ. അപ്പൊ ഈ അശാന്തരായിട്ടുള്ള പ്രയത്നം ചെയ്യുന്ന മൂഢന്മാരായിട്ടുള്ളവര് ഈ ഭൗതിക ലോകത്തെ, ക്ഷണികമായിട്ടുള്ള ഈ ഭൗതിക ലോകത്തെ സംബന്ധിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ആഹ്ലാദകരമാക്കുന്ന വാർത്തകൾ കേൾക്കാൻ അവർക്ക് സമയമുണ്ട്, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഭൗതിക ലോകത്തെ ചലിപ്പിക്കുന്ന ശാശ്വത ജീവിതത്തെ പറ്റിയുള്ള ചൈതന്യത്തെ പറ്റി കേൾക്കാൻ അവർക്ക് സമയം ദുർലഭമാണ്. ശാശ്വത ജീവിത ചൈതന്യത്തെ കുറിച്ച് കേൾക്കാനുള്ള സമയം ആരും കാണുന്നില്ല. ഇത്തരത്തിലുള്ള മൂഢന്മാരാരും കാണുന്നില്ല. ദുഷ്കൃതർ എന്നാൽ ദുഷ്കർമ്മം ചെയ്യുന്നവർ, അവർ ഭഗവാൻ കൃഷ്ണനിൽ ശരണം പ്രാപിക്കുന്നില്ല. അപ്പൊ ദുഷ്കൃതര് നമ്മൾ പറഞ്ഞു ദുഷ്കർമ്മം ചെയ്യുന്നവരാണ്, അവരൊരിക്കലും ഭഗവാനിൽ ശരണം പ്രാപിക്കുന്നില്ല. അപ്പൊ ഇവിടെ അവരൊന്നും നമുക്ക് പറയാം. ദുഷ്കൃതരുടെ ബുദ്ധി എങ്ങനെയാണ്? തെറ്റായ വിധത്തിലാണ് അവരുടെ ബുദ്ധി ഉപയോഗിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ മൂഢന്മാർ എന്ന് വെച്ചാൽ ഭാരം ചുമക്കുന്ന കഴുതയെ പോലുള്ളവരാണ് ആര്? മൂഢന്മാർ. അവരിങ്ങനെ ഭാരം ചുമന്നുകൊണ്ടേയിരിക്കും, കഴുതയെ പോലെയാണ് അവരിങ്ങനെ, അവർക്ക് അത് എന്താണ്, അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നല്ലാതെ അതിന് എന്താ പറയാ, ഫലമൊന്നുമല്ല. അവര് മറ്റുള്ളവർക്ക് വേണ്ടി പണി ചെയ്തുകൊണ്ടിരിക്കുന്നവര്. പ്രയത്നത്തിന്റെ ഫലം സ്വയം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇത്തരത്തിലുള്ളവര്, ഭാരം ചുമക്കുന്ന കഴുതയെ പോലുള്ളവര്. മൂഢന്മാര്. നരാധമന്മാർ, മനുഷ്യരിൽ ഏറ്റവും താണവനാണ് ആര്? അധമന്മാർ. നരന്മാരില് അധമനായിട്ടുള്ളവരാണ് ആര്? നരാധമന്മാരെന്ന് പറയുന്നത്. നരാധമന്മാരെന്ന് വെച്ചാൽ ഏറ്റവും താണനായിട്ടുള്ളവര്. അതായത് അപരിഷ്കൃതമായ അസംഖ്യം മനുഷ്യവർഗങ്ങളൊക്കെ ഇതിൽ പെടുന്നതാണ്, ഈ നരാധമന്മാരില് പെടുന്നതാണ്. ഇനി മൂന്നാമത്തത് നരാധമന്മാർ വേറെ പറഞ്ഞില്ല. ഓക്കെ, അടുത്ത മൂന്നാമത്തെ പറയുന്നത് നരാധമന്മാർ ആസുരം ഭാവമാശ്രിത എന്ന് വെച്ചാല് ഭഗവത് വ്യക്തിത്വത്തിൽ ഈർഷയുള്ള നിരീശ്വരവാദികള്, തികച്ചും നാസ്തികരായിട്ടുള്ളവര്. മൂന്നാമത്തെയാണ് നിരീശ്വരരായിട്ടുള്ളവര്, അല്ലെങ്കിൽ നിരീശ്വരവാദികള്
തികച്ചും നാസികരായിട്ടുള്ള ആസുര സ്വഭാവത്തിലുള്ളവര്. അതാണ് നമ്മൾ ഈ പറഞ്ഞ മൂന്നാമത്തെ വിഭാഗത്തിലുള്ളത്, ദുഷ്കൃതികൾ എന്ന് പറയുന്നവര്. നാലാമത്തേതാണ് എന്ത്? മായയെ അപഹൃത ജ്ഞാന, മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോട് കൂടിയവർ. മായികമായ ഭൗതിക ശക്തിയിൽ അവരുടെ ആർജിത ജ്ഞാനമെല്ലാം നഷ്ടപ്പെട്ടിരിക്കും. അതാണ് മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോട് കൂടിയവർ എന്ന് പറയുന്നത്. അതായത് തത്വചിന്തകന്മാര്, കവികള്, സാഹിത്യകാരന്മാര്, ശാസ്ത്രജ്ഞന്മാര്, ഇങ്ങനെ ഉള്ളവരൊക്കെ നമുക്ക് അതിൽ പെടുത്താം. അതായത് മായികമായ ഭൗതിക ശക്തിയാൽ അവരുടെ ആർജിതമായ ജ്ഞാനമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നവരാണ് ഇവര്. മായാശക്തി അവരെ വഴിതെറ്റിക്കുന്നത് കൊണ്ട് അവർ ഭഗവാനെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് അവര്. അതായത് അവരെല്ലാതും അവരുടെ കഴിവായിട്ട് ചിന്തിക്കുന്നവരാണ് ഇത്തരത്തിലുള്ളവര്. അതാണ് 4 കൂട്ടര് എന്ത് പറയുന്നത്, ദുഷ്കൃതികളായിട്ടുള്ള 4 കൂട്ടരെ കുറിച്ച് പറയുന്നത്. ഇനി 4 കൂട്ടര് സുകൃതികളായിട്ടുള്ള 4 കൂട്ടരെ കുറിച്ച് പറയാണ്. ചതുർവിധ ഭജന്തേ മാം ജനാ സുകൃതിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. ഹേ ഭരതകുല ശ്രേഷ്ഠ, സുകൃതികളായ 4 കൂട്ടരാണ് എന്നെ ഭജിക്കുന്നത്. ആരൊക്കെയുള്ളത്? ദുഃഖിതൻ, ധനകാംക്ഷി, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി. അപ്പൊ 4 കൂട്ടർ എന്നെ ഭജിക്കുന്നവരുണ്ട്. ആ 4 കൂട്ടർ ആരൊക്കെയാണ്? ആർത്തോ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി. അതാണ് 4 കൂട്ടര്. ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനി ച ഭരതർഷഭ. അതായത് ആർത്തോ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആർത്തോ എന്ന് വെച്ചാൽ ദുഃഖിതൻ, ആർത്തോ എന്ന് വെച്ചാൽ ധന, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി. ആർത്തോ എന്ന് വെച്ചാൽ ദുഃഖിതൻ, ജിജ്ഞാസു തന്നെ, ധനകാംക്ഷി, അർത്ഥാർത്ഥി, ജ്ഞാനി. അപ്പൊ ധനകാംക്ഷി പിന്നാരാണ്? ആർത്തോ. ഇത് രണ്ടും, ആർത്തോ എന്ന് പറയുന്നതും ദുഃഖിതനാണ്, പിന്നാരാണ്? അർത്ഥാർത്ഥി എന്ന് പറയുന്നത് ധനകാംക്ഷിയാണ് ഉദ്ദേശിക്കുന്നത്. ആർത്തോ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി. ഇതാണ് 4 കൂട്ടര്. ദുഃഖിതൻ, ധനകാംക്ഷി, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി. ഈ 4 കൂട്ടരാണ് എന്ത്? ഭഗവാനെ ഭജിക്കുന്നത്. അപ്പൊ ഈ 4 കൂട്ടര് ഭഗവാനെ ഭജിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ദുഃഖം മാറാനായിട്ട്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് അവർ ഭഗവാനെ ഭജിക്കുന്നത്. ഒന്നുകിൽ ദുഃഖം മാറാനായിട്ട്, അല്ലെങ്കിൽ കുറെ ധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജിജ്ഞാസയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അറിയാനുള്ള ആഗ്രഹം കൊണ്ട്. അങ്ങനെ 4 തരത്തിലാണ് എന്ത് ചെയ്യുന്നത്? അവര് ഭഗവാനെ ആരാധിക്കുന്നത്. പക്ഷെ അവരൊരിക്കലും അങ്ങനെയല്ല, ശുദ്ധ ഭക്തന്മാരല്ല. കാരണം അവരാ ഭജിക്കുന്നതിന്റെ ഫലം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ നമുക്ക് എന്തായിട്ട് പറയാൻ സാധിക്കില്ല? ശുദ്ധ ഭക്തന്മാരായിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷെ അവർക്ക് എന്തുണ്ട്? നാളെ ഭക്തന്മാരാകാനുള്ള ഒരു ചാൻസ് ആർക്കുണ്ട്? ഇത്തരത്തിലുള്ള ഭക്തന്മാർക്കുണ്ട്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞതിൽ പറഞ്ഞു. അപ്പൊ ഇവിടെ അതിന് ഉദാഹരണം നമുക്ക് ഓരോരുത്തരെ പറയാം. ഇതില് ഫസ്റ്റത്തെ ഗജേന്ദ്രൻ ഏതാണ്? എന്തിന് ഉദാഹരണമാണ്? ആന. കാലുമേല് മുതല പിടിച്ച് കടിച്ചിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് വരുമ്പോഴാണ് നമ്മൾ ഭഗവാൻ വിളിക്കുന്നത്? ദുഃഖം വരുമ്പോൾ അല്ലെ. രണ്ടാമത്തെ ദ്രൗപദിയോ? ദുഃഖത്തെ അല്ല, ദുഃഖിതയായിട്ടിരിക്കുമ്പോഴാണ് ഭഗവാനെ വിളിക്കുന്നത്. മൂന്നാമത്തത് താഴെ പിക്ചർ നോക്കാം. താഴെ ആരാണെന്നറിയോ? ധ്രുവകുമാരനാണ്. എപ്പോഴാണ് വിളിക്കേണ്ടത് ഭഗവാനെ? എന്തിനാ വിളിച്ചിട്ടുണ്ടാവാ? ധനം ആഗ്രഹിച്ചുകൊണ്ട്, അതായത് അച്ഛനേക്കാളും വലിയ ആളാവാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണ്? ധനകാംക്ഷി. പിന്നെ അടുത്തത് സുഗ്രീവൻ. ശ്രീരാമസ്വാമിയായിട്ട് സഖ്യം ചേരാണ് ഇവിടെ. സുഗ്രീവൻ എന്താണ്? രാജ്യം തിരിച്ചു കിട്ടാൻ വേണ്ടിട്ട് സുഗ്രീവന്റെ. അപ്പൊ അതും എന്താണ്? ധനത്തിൽ വരുന്നതാണ്. എന്തിനാണ് മാതാജി ധനം ആഗ്രഹിക്കുന്ന വെച്ചാല് ഒന്നുകൂടി പറഞ്ഞ മാതാജി. ധനം ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മള് സുഹൃത്തികൾ 4 തരത്തിലുള്ള സുഹൃത്തികളെ കുറിച്ച് പറഞ്ഞില്ലേ? അതില് നമ്മള് സമ്പത്ത് ആഗ്രഹിച്ചുകൊണ്ട്, സ്വത്ത് ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നു. അപ്പൊ നമ്മള് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന നമുക്ക് കുറെ സമ്പത്തും സ്വത്തൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ധനകാംക്ഷിയാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ധ്രുവകുമാരനും പിന്നെ ആരാണ്? സുഗ്രീവനും എന്താണ്? സാമ്പത്തികമായിട്ടുള്ള ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഭഗവാനെ ആരാധിക്കുന്നത്. പിന്നെ വന്നിട്ട് ശുകദേവ മഹർഷി. ശുകദേവ മഹർഷി എന്തായിരുന്നു? അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോ ശുകദേവ മഹർഷി എന്താണ്? മായ പിടിക്കുന്ന വെച്ചിട്ട് പുറത്ത് വരാതിരിക്കല്ലേ ചെയ്യുന്നത്. അപ്പൊ എന്തിനു ഉദാഹരണമാണത്? ജ്ഞാനിയാണ്.
പരമസത്യത്തെ. ജിജ്ഞാസുവിന് ഉദാഹരണമാണ് നമ്മൾ കാണുന്ന ബാക്കി രണ്ട് പിക്ചർ. ഒന്ന് പരീക്ഷിത് മഹാരാജാവ് ഭാഗവതം കേൾക്കാനായിട്ടിരിക്കുന്നത്, താഴെ നൈമിഷ്യാരണ്യത്തിലെ ഋഷിമാർ ഇരുന്നിട്ട് ഇവിടെ ഭാഗവതം കേൾക്കുന്നത്. അപ്പൊ ഇത് രണ്ടും എന്താണ്? ജിജ്ഞാസുവിന് ഉദാഹരണമാണ്. തേഷാം ജ്ഞാനി നിത്യയുക്ത ഏക ഭക്തിർ വിശിഷ്യത്തെ പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥ അഹം സാ ച മമ പ്രിയഃ. ഹേ ഭാരതകുല ശ്രേഷ്ഠ, സുഹൃതികളായ 4 കൂട്ടരാണ് ജ്ഞാനസഹിതമായ ശുദ്ധ ഭക്തിയുടെ സേവന നിരതനായിരിക്കുന്നവനാണ് ശുദ്ധ. ഹേ ഭാരതകുല ശ്രേഷ്ഠ, സുഹൃതികളായ 4 കൂട്ടരാണ്. ഒരു മിനിറ്റ്, ഇതല്ലല്ലോ, ഞാൻ ഇതിൽ വായിക്കട്ടെ ബുക്കിലുള്ളത്. ജ്ഞാനസഹിതമായ ശുദ്ധ ഭക്തിയുടെ സേവന നിരതരായിരിക്കുന്നവനാണ് ഇവരിൽ വെച്ച് ഉത്തമൻ. അയാൾക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, അയാൾ എനിക്കും. ഇവിടെ പറയാണ് ജ്ഞാനസഹിതമായിട്ടുള്ള ശുദ്ധ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവനാണ് ഇവരിൽ വെച്ച് ഉത്തമൻ. അപ്പൊ ഇവരിൽ വെച്ച് ഉത്തമനായിട്ടുള്ളത് ആരാണെന്നാ പറയണത്? ജ്ഞാനസഹിതമായ ശുദ്ധ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഏറ്റവും ഉത്തമനായിട്ടുള്ളത്. അയാൾക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, അയാൾ എനിക്കും പ്രിയപ്പെട്ടവനാണ്. അപ്പൊ ആരെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്? ജ്ഞാനമുള്ള ഭഗവാനെ പ്രാപിക്കുന്നു കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഞാനാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനെന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു. ഈ ഭക്തിയുടെ സേവനം നിരതരായിരിക്കുന്നവരില് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവർ ആരാണെന്നാ ഭഗവാൻ പറയണത്? ജ്ഞാനിയാണെന്ന് പറഞ്ഞു. ഏത് 4 കൂട്ടരാണ്? സുഹൃതികളായിട്ടുള്ള 4 പേര് ആരൊക്കെയാണ്? ആർത്തോ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി. ആ 4 കൂട്ടരില്, അതായത് അർത്ഥോ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി വെച്ചാൽ ദുഃഖിതൻ, കനകാംക്ഷി, പിന്നെ ജ്ഞാനി, ജിജ്ഞാസു. ഈ 4 കൂട്ടരില് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണ്? ജ്ഞാനിയാണെന്ന് ഭഗവാൻ പറയാണ്. അതുകൊണ്ടാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. സുഹൃതരായ, നമുക്ക് നോക്കാം, ജ്ഞാനവിജ്ഞാന 17 സുഹൃതരായ 4 കൂട്ടരിൽ ഉത്തമനാര്? ദുഃഖിതൻ, കനകാംക്ഷി, ജിജ്ഞാസു, ജ്ഞാനി. ഉത്തമൻ ആരാണ്? ജ്ഞാനിയാണ് ഏറ്റവും ഉത്തമൻ. എന്തുകൊണ്ടാണെന്ന് പറയണു? പരമസത്യത്തെ കുറിച്ച് അറിവുള്ളവനും ഭൗതികമായ എല്ലാ ആശകളിൽ നിന്നും വിമുക്തി നേടിയവനുമാണ്. അപ്പൊ ജ്ഞാനി എന്താണ്? ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ആർക്കില്ല? ജ്ഞാനിക്കില്ല. ആഗ്രഹങ്ങള് ജ്ഞാനിക്കില്ല. ദുഃഖിതനായാലും ധനകാംക്ഷിയായാലും ജിജ്ഞാസു ആയാലും എന്താണ്? അത് ഒന്ന് അറിയാനുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ ജിജ്ഞാസുവിന്. അത് എന്താണെന്ന് അറിയാന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു 2 പേര് എന്താണ്? ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ആരാധിക്കുന്നത്. അപ്പൊ ഭഗവാൻ ഏറ്റവും ഇഷ്ടം ജ്ഞാനിയാണ്. കാരണം ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങള് ആർക്കില്ല? ജ്ഞാനിക്കില്ല. ഭക്തിയുടെ സേവനം നിരന്തരായിരിക്കുന്നു. ഭഗവാൻ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഭഗവാൻ അയാള് പിന്നെ മാത്രല്ല ഭക്തിയുടെ സേവനത്തില് ഏർപ്പെട്ടിരിക്കുന്നവനാണ്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനും അയാളാണ്. പിന്നെ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഭഗവാനുമാണ്. പരമപുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയ ഭാവത്തെ കുറിച്ചുള്ള ശുദ്ധമായ ജ്ഞാനം നേടിയ ഒരാളെ ഭൗതിക കൽമഷങ്ങൾ ബാധിക്കുകയില്ല. അപ്പൊ ഭഗവാനെ കുറിച്ചുള്ള അതീന്ദ്രിയ ജ്ഞാനം നേടിയിട്ടുള്ള വ്യക്തി എന്ത് ബാധിക്കുന്നില്ല? ഭൗതികമായ കൽമഷങ്ങൾ ഒരിക്കലും ബാധിക്കില്ല. നമ്മൾ ഭഗവാനെ കുറിച്ചുള്ള അറിവ് നേടും തോറും നമുക്ക് ആ ഭൗതികമായിട്ടുള്ള നമുക്ക് എന്ത് കുറഞ്ഞുകൊണ്ടിരിക്കും? നമുക്ക് ക്ലേശങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് അതിനോടുള്ള ഒരു ആസക്തി കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഭഗവാനെ കുറിച്ച് അറിഞ്ഞിട്ടും നമ്മളത് പ്രായോഗികമാക്കാതെ, അറിവ് കുറെ നേടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മൾ ഉപയോഗിക്കില്ലെങ്കിൽ നമ്മൾ എന്ത് വേണം? അവിടെ തന്നെ നിൽക്കുക ചെയ്യണം. കാരണം ജ്ഞാനം നേടിയിട്ട് നമ്മൾ എന്തിലേക്ക് കടക്കണം? ഭക്തിയിലേക്ക് കടക്കണം. അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടന്നിരിക്കണം. അല്ലാതെ നമ്മൾ ആ കുറെ അറിഞ്ഞ് അത് മാത്രം വെച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് ഭക്തനാകാന്നുള്ളതായിരിക്കണം ലക്ഷ്യം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഭഗവാൻ എങ്ങനെയാണ്? ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അത്തരത്തിലുള്ള ഭക്തന്മാർ. അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണെന്ന് പറയണു ഇവിടെ? ജ്ഞാനിയാണെന്ന് പറയുന്നു. ഉദാര സർവ ഏവൈതേ ജ്ഞാനി ത്വാത്മൈവ മേമതം ആസ്ഥിതാ സഹി യുക്താത്മാ മാമേവാനുത്തമാം ഗതി. ഈ ഭക്തന്മാരെല്ലാം മഹാത്മാക്കൾ തന്നെ എന്നതിന് സംശയമില്ല. അപ്പൊ ഈ ഭക്തന്മാരൊക്കെ ആരാണ്? മഹാത്മാക്കൾ തന്നെയാണ്. എന്നാൽ ആരാണോ എന്റെ തത്വത്തെ ഗ്രഹിക്കുന്നത് അയാൾ എന്നിൽ നിന്നും അന്യനായി ഞാൻ കരുതുന്നില്ല. അയാൾ എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാൽ സർവോന്നതനും പരിപൂർണവുമായ ആത്യന്തിക ലക്ഷ്യത്തിൽ നിശ്ചയമായും എത്തിച്ചേരും.
ഇപ്പൊ ഭക്തന്മാര് എല്ലാം എന്താണ് പറയുന്നത്, ഈ പറഞ്ഞ എല്ലാ ഭക്തന്മാരും മഹാത്മാക്കൾ എന്നതിന് യാതൊരു സംശയമില്ല. പക്ഷേ ആരാണോ എന്റെ തത്വത്തെ ഗ്രഹിക്കുന്നത്, എന്റെ തത്വത്തെ ഗ്രഹിക്കുന്നത് ആരാണോ എന്നിൽ നിന്ന് അന്യനായി ഞാൻ കരുതുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയെ എന്നിൽ നിന്ന് അന്യനായിട്ട് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സർവോന്നതനും പരിപൂർണവുമായ ആത്യന്തിക ലക്ഷ്യത്തിൽ നിശ്ചയമായിട്ടും എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ ഭഗവാന്റെ ആ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സർവോന്നതമായിട്ടുള്ളതും പരിപൂർണവുമായിട്ടുള്ള ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ആർക്ക് സാധിക്കും? ഈ തരത്തിലുള്ള ഭക്തന്മാർക്ക് സാധിക്കും. ഭഗവാന്റെ ആ തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്ന ഭക്തന്മാർക്ക് സാധിക്കും. ആത്യന്തികമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ജ്ഞാനം സ്വല്പം കുറഞ്ഞു പോയി എന്നതുകൊണ്ട് ഭക്തന്മാർ ഭഗവത് കരുണയ്ക്ക് പാത്രീഭവിക്കാതെ വരുന്നില്ല. ഏത് ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും കൃഷ്ണനെ അഭയം പ്രാപിക്കുന്നവർ മഹാത്മാക്കളാണ്. ഇവർ എല്ലാവരും മഹാമനസ്കരാകുന്നുവെന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ ജ്ഞാനം അല്പം കുറഞ്ഞു പോയി എന്നും പറഞ്ഞിട്ട് ഭഗവാന്റെ കാരുണ്യം കിട്ടാതിരിക്കുന്നില്ല. മാത്രമല്ല ഏത് ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും ഭഗവാനെ അഭയം പ്രാപിച്ചിരിക്കുന്നവർക്ക് എന്താണ്, അവരെല്ലാം മഹാത്മാക്കളാണ്. ഉദ്ദേശം എന്തായാലും ഭഗവാൻ ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് എന്ത് പറയാം? ഭക്തന്മാരാണ്, മഹാത്മാക്കളാണെന്ന് പറയാം. ഇവർ എല്ലാം മഹാമനസ്കരുമാണെന്ന് ഭഗവാൻ പറയുന്നു. പൂർണ്ണജ്ഞാനമുള്ള ഭക്തനാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടൻ. എന്തുകൊണ്ടെന്നാൽ പ്രേമഭക്തിപൂർവ്വം ഭഗവാനെ സേവിക്കൽ മാത്രമാണ് അയാളുടെ ലക്ഷ്യം. അങ്ങനെയുള്ള ഭക്തന് ഭഗവത് സേവനമോ സമ്പർക്കമോ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല. കൃഷ്ണനും തന്റെ ഭക്തനോട് അതിയായ സ്നേഹമുള്ളതിനാൽ ഒരിക്കലും വേർപെട്ടു പോകാൻ കഴിയില്ല. അപ്പൊ ഭഗവാൻ ഇഷ്ടം ജ്ഞാനിയാണെന്ന് പറയുന്നു. കാരണം എന്തുകൊണ്ടാണ്? പ്രേമപൂർവ്വം ഭഗവാന്റെ സേവനം ചെയ്യാന്നല്ലാതെ വേറൊരു ലക്ഷ്യം ആർക്കില്ല? അജ്ഞാനിക്കില്ല. മാത്രമല്ല ഭഗവത് സേവനം ചെയ്യാതെ ഭഗവാനുമായിട്ട് സമ്പർക്കമില്ലാതെ ഒരു നിമിഷം പോലും നിൽക്കാനായിട്ട് ഈ ജ്ഞാനിക്ക് കഴിയില്ല. തിരിച്ച് ഭഗവാനും എങ്ങനെയാണ് ആ ഭക്തനോട് അങ്ങനെ തന്നെയായിരിക്കും. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ വസുദേവ സർവമിതി സമഹാത്മാസു ദുർലഭ. അസംഖ്യം ജനന മരണങ്ങൾക്ക് ശേഷം ജ്ഞാനവാനായ വ്യക്തി സർവജ്ഞനാണ്. കാരണങ്ങൾക്കും കാരണഭൂതനും സർവവ്യാപിയുമാണെന്ന് മനസ്സിലാക്കി എന്നെ അവർ ശരണം പ്രാപിക്കുന്നു. അപ്രകാരമുള്ള മഹാത്മാക്കൾ വളരെ വിരളമാണ്. അസംഖ്യം ജനന മരണങ്ങൾക്ക് ശേഷമാണ് ജ്ഞാനവാനായിട്ടുള്ള വ്യക്തി സർവജ്ഞനായിട്ട് തീരുന്നത്. എങ്ങനെയാണ്? കാരണങ്ങൾക്കും കാരണഭൂതനും അതേപോലെ തന്നെ സർവവ്യാപിയുമാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കി അവര് ഭഗവാനെ ശരണം പ്രാപിക്കും. ഇത്തരത്തിലുള്ള മഹാത്മാക്കള് വളരെ കുറവായിരിക്കും എന്ന് പറയണം. അപ്പൊ ജീവാത്മാക്കള് കുറേ ജനന മരണങ്ങൾക്ക് ശേഷം ജ്ഞാനവാനായിട്ടുള്ള ഒരു വ്യക്തി സർവജ്ഞനാകുന്നത് അസംഖ്യം ജനന മരണങ്ങൾക്ക് ശേഷം. അപ്പൊ എത്രയോ ജന്മം എടുത്തതിന് ശേഷമാണ് അത് സാധിക്കുന്നത്. അപ്പൊ കാരണങ്ങൾക്ക് കാരണഭൂതനും സർവവ്യാപിയുമാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഭഗവാനെ ശരണം പ്രാപിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള മഹാത്മാക്കള് വളരെ കുറവാണ്. ഇനി അഞ്ചാമത്തെ ഭാഗം ജ്ഞാനമില്ലാത്ത മറ്റുള്ളവർ. ഇനി മറ്റുള്ളവരെ കുറിച്ചാണല്ലേ, ജ്ഞാനമില്ലാത്തവര്. അവരെന്താ ചെയ്യുന്നത്? ദേവന്മാരിൽ ശരണം പ്രാപിക്കുന്നവരും അവ്യക്തിഗതവാദികളുമായിട്ടുള്ളവര്. അവരെ കുറിച്ചാണ് ഇനി 25 വരെ പറയുന്നത്. കാമസ്തൈഹൃതജ്ഞാനം പ്രബന്ധന്ത്യന്യദേവതാഃ തം തം നിയമമാസ്തായ പ്രകൃത്യാനിയതാ സ്വയാ. ഭൗതിക അഭിലാഷങ്ങളാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവർ ദേവന്മാരെ ശരണം പ്രാപിക്കുന്നു. പ്രത്യേക നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് അവർ സ്വപ്രകൃതിയാൽ ദേവന്മാരെ ആരാധിക്കുന്നു. പ്രത്യേകം ഭൗതിക അഭിലാഷങ്ങളാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവർ ആരെ ശരണം പ്രാപിക്കും? ദേവന്മാരെ ശരണം പ്രാപിക്കും. അവര് പ്രത്യേക നിയമങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ നിബന്ധനകൾ അനുസരിച്ച് സ്വപ്രകൃതിയാൽ അവർ ദേവന്മാരെ ആരാധിക്കുന്നു. അവര് സ്വപ്രകൃതിയാൽ അവർ ദേവന്മാരെ ആരാധിക്കും. പ്രത്യേക നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ദേവന്മാരെ ആരാധിക്കുന്നവരാണ് ഇത്തരത്തിലുള്ളവര്. ഭൗതികമായ അഭിലാഷങ്ങളാൽ അപഹരിക്കപ്പെട്ടവർ, ഭൗതികമായ ആഗ്രഹങ്ങൾ ഉള്ളവരാണ് ആരെ ശരണം പ്രാപിക്കുന്നത്? ദേവന്മാരെ ശരണം പ്രാപിക്കുന്നത്. ഹൃദജ്ഞാന, ജ്ഞാനം നശിച്ചവൻ. മായാപഹൃതജ്ഞാന എന്ന് പറഞ്ഞല്ലേ, ഹൃദജ്ഞാന വെച്ചാൽ ജ്ഞാനം നശിച്ചവർ. ആധ്യാത്മിക ബോധം നഷ്ടപ്പെട്ട ബുദ്ധിഹീനന്മാർ ഭൗതിക വാഞ്ചകളുടെ ക്ഷണിക സാഫല്യത്തിന് വേണ്ടി ദേവന്മാരെ ആശ്രയിക്കുന്നു. അപ്പൊ ആധ്യാത്മിക ബോധം അത് നഷ്ടപ്പെട്ടിട്ടുള്ള ബുദ്ധിഹീനന്മാരെന്ത് ചെയ്യും? ഭൗതിക വാഞ്ചകളുടെ ക്ഷണിക സാഫല്യത്തിന് വേണ്ടി ആരെ ആരാധിക്കും? ദേവന്മാരെ ആരാധിക്കും. ഏകലെ ഈശ്വര കൃഷ്ണ ആരസഭൃത്യ.
ചൈതന്യ ചരിതാമൃതം ആദിലീല 5-ാമത്തെ അധ്യായത്തില് 142-ാം ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണ് സർവേശ്വരൻ. ഏക്കലെ ഈശ്വര കൃഷ്ണ ആരസ ഭൃത്യ എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഒരേ ഒരു ഈശ്വരൻ ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ്, സർവേശ്വരനാണ് ഭഗവാൻ കൃഷ്ണൻ. മറ്റുള്ളവരെല്ലാം ഭൃത്യന്മാര്, മറ്റെല്ലാവരും ആരാണ്? ഭൃത്യന്മാരാണ്. ഒരു ശുദ്ധ ഭക്തൻ തന്റെ അഭിലാഷ പൂർത്തിക്ക് വേണ്ടി ഒരിക്കലും ദേവന്മാരെ സമീപിക്കില്ല. അപ്പൊ ഒരു ശുദ്ധ ഭക്തൻ ഒരിക്കലും ആരെ സമീപിക്കില്ല? ദേവന്മാരെ സമീപിക്കില്ല. അയാൾ ഭഗവാനെ മാത്രം ശരണം പ്രാപിക്കുന്നു. അദ്ദേഹം എന്ത് നൽകുന്നുവോ അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നു. അപ്പൊ ഒരു ശുദ്ധഭക്തൻ ഒരിക്കലും ദേവന്മാരെ സമീപിക്കില്ല. കാരണം എന്താണ്? ഭഗവാനെ മാത്രം ശരണം പ്രാപിക്കുകയാണ് ആ ശുദ്ധഭക്തൻ ചെയ്യുന്നത്. അദ്ദേഹം എന്താണോ നൽകുന്നത് അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുകയാണ് ആര് ചെയ്യുക? ശുദ്ധഭക്തന്മാര് ചെയ്യുന്നവര്. അല്ലാത്തവര് ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ആരെ സമീപിക്കുന്നത്? ദേവന്മാരെ സമീപിക്കുന്നത്. യോ യോ യാം യാം തനും ഭക്ത ശ്രദ്ധയാർച്ചിതും ഇച്ഛതി തസ്യ തസ്യാചലം ശ്രദ്ധാം താമേവാവിദധാമ്യഹം. ഞാൻ പരമാത്മാ രൂപേണ സർവ്വഹൃദയങ്ങളിലും കുടികൊള്ളുന്നു. അപ്പൊ എല്ലാവരുടെ ഹൃദയത്തിലും ആരുണ്ട്? ഭഗവാൻ പരമാത്മാവായിട്ടിരിക്കുന്നുണ്ട്. ഏതു ദേവതയെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ പ്രത്യേക മൂർത്തിയിൽ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കത്തക്ക വിധം ഒരാളുടെ വിശ്വാസം ഉറപ്പിക്കുന്നത് ഞാനാണ്. അപ്പൊ ഭഗവാൻ പരമാത്മാവായിട്ട് എല്ലാവരുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഭഗവാൻ എന്താ ചെയ്യുന്നത്? നമ്മളെ ആഗ്രഹങ്ങൾ അനുസരിച്ച് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം ഭഗവാൻ നിറവേറ്റി തരണം. അപ്പൊ ഏത് ദേവതയെ ആരാധിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ പ്രത്യേക മൂർത്തിയില് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കത്തക്ക വിധം നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുന്നതും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഭഗവാൻ പരമാത്മാ രൂപത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ രീതിയില് നമ്മളെ വിശ്വാസം ഉറപ്പിക്കാനൂടെ ഭഗവാൻ ചെയ്യുന്നത്. ജീവാത്മാക്കളും ദേവന്മാരും ഭഗവത് ഇച്ഛയ്ക്ക് വിധേയരാണ്. തന്മൂലം ജീവാത്മാവിനെ സ്വേച്ഛാനുസൃതം ഒരു ദേവനെ ആരാധിക്കാനോ ആ ദേവന് തന്നിഷ്ടപ്രകാരം അനുഗ്രഹങ്ങൾ നൽകാനോ കഴിയില്ല. ഭഗവത് ഇച്ഛ അനുസരിച്ചതല്ലാതെ ഒരു പുൽക്കൊടിക്ക് പോലും അനങ്ങാൻ സാധിക്കില്ലെന്ന് പറയപ്പെടുന്നു. അപ്പൊ ദേവന്മാരും ജീവാത്മാക്കളും എന്താണ്? ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിധേയരായിട്ടുള്ളവരാണ്. ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് ഇവരൊക്കെ എന്ത് ചെയ്യേണ്ടത്? പ്രവർത്തിക്കേണ്ടത്. അപ്പൊ ജീവാത്മാവിന് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ദേവനെ ആരാധിക്കാനോ ഒരു ദേവന് തന്നിഷ്ടപ്രകാരം അനുഗ്രഹങ്ങൾ നൽകാനോ കഴിയില്ല. ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചല്ലാതെ ഒരു പുൽക്കൊടിക്ക് പോലും എന്ത് ചെയ്യില്ല? അനങ്ങാനായിട്ട് സാധിക്കില്ല. എല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് തന്നെയാണ് ഒക്കെ നടക്കുന്നത്. ശ്രദ്ധയാ യുക്ത തസ്യാരാധാനമീഹത്തെ ലഭത്തെ ച തഥാ കാമാൻ മായൈവ വിഹിതാൻ നിഹിതാൻ. അങ്ങനെ വിശ്വാസമുറച്ച് ഒരു ദേവനെ ആരാധിക്കാൻ മുതിരുന്ന വ്യക്തിക്ക് താൻ ഇച്ഛിക്കുന്നത് കൈവരും. വാസ്തവത്തിൽ ഈ അഭിഷ്ടം നിറവേറ്റുന്നത് ഞാൻ തന്നെ. അങ്ങനെ വിശ്വാസം ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് എന്താണ്? ഒരു ദേവനെ ആരാധിക്കാൻ മുതിരുന്ന വ്യക്തി, അങ്ങനെയുള്ള വ്യക്തിക്ക് അവർ ഇച്ഛിക്കുന്നത് അവർക്ക് കൈവരിക്കാൻ സാധിക്കും. പക്ഷെ ഈ ആഗ്രഹം നടത്തി കൊടുക്കുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ അവരിങ്ങനെ വിശ്വസിക്കും. ആ വിശ്വസിക്കുമ്പോ ആ ദേവൻ അവർക്ക് വേണ്ട കാര്യം ചെയ്തു കൊടുക്കും. പക്ഷെ ആ കാര്യം നടത്താനായിട്ട് ശരിക്കും ആരാണ് ചെയ്തു കൊടുക്കുന്നത്? ഭഗവാൻ തന്നെയാണ് അതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അന്തവത്തു ഫലം, കിട്ടുന്ന ഫലം ക്ഷണികമാണ്. അപ്പൊ ഇവരിൽ നിന്ന് കിട്ടുന്ന ഫലം എങ്ങനെയായിരിക്കും? ക്ഷണികമായിട്ടുള്ളതാണ് കിട്ടുന്നത്. ഭഗവാന്റെ വിശ്വശരീരത്തിലെ വ്യത്യസ്ത അംശങ്ങളാണ് ദേവന്മാർ. ഭഗവാന്റെ വിശ്വശരീരത്തിലുള്ള വ്യത്യസ്ത അംശങ്ങളാണ് ആര്? ദേവന്മാരെല്ലാവരും. ദേവന്മാർ മാത്രമല്ല ജീവാത്മാക്കളും ഭഗവാന്റെ അംശങ്ങളാണ്. അപ്പൊ ദേവന്മാരും ജീവാത്മാക്കളും എല്ലാം ഭഗവാന്റെ അംശമാണ്. ബ്രാഹ്മണര് ഭഗവാന്റെ ശിരസാണ്, ക്ഷത്രിയർ ഭഗവാന്റെ കൈകളാണ്, വൈശ്യർ ഭഗവാന്റെ അരക്കെട്ടാണ്, ശൂദ്രർ ഭഗവാന്റെ കാലുകളാണ്. അപ്പൊ ഭഗവാന്റെ ശിരസാണ് ബ്രാഹ്മണര്, ക്ഷത്രിയര് കൈകളും, വൈശ്യര് അരക്കെട്ടും, ശൂദ്രര് ഭഗവാന്റെ കാലുകളും. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും ഭഗവാന്റെ അംശമാണ്. ജീവാത്മാക്കളും ദേവന്മാരെല്ലാവരും ഭഗവാന്റെ അംശം തന്നെയാണ്. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാമ ബുദ്ധയഃ പരം ഭാവാമ ജാനന്തോ മമ വ്യയാമനുത്തമം. പരമദിവ്യോത്തമ പുരുഷനായ ഞാൻ ഒരിക്കൽ അവ്യക്തിഗതനായിരുന്നുവെന്നും പിന്നീട് വ്യക്തിയായതെന്നും എന്നെ മനസ്സിലാക്കാത്ത മന്ദബുദ്ധികൾ കരുതുന്നു. അക്ഷയവും അത്യുന്നതമായ എന്റെ ഉത്കൃഷ്ട സ്വഭാവത്തെ അല്പജ്ഞാനികൾക്ക് അറിഞ്ഞുകൂടാ. എന്തോട് പറഞ്ഞത്? പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഞാൻ
കൃഷ്ണൻ അതായത് ഞാൻ ഒരിക്കൽ അവ്യക്തിഗതനായിരുന്നു, വ്യക്തി ആയിരുന്നില്ല എന്നും പിന്നീടാണ് വ്യക്തിയായിട്ടുള്ളതെന്നും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാത്ത തരത്തിലുള്ള ആളുകൾ കരുതും. അക്ഷയവും അത്യുന്നതമായ എന്റെ ഉത്കൃഷ്ട സ്വഭാവത്തെ കുറിച്ച് അല്പജ്ഞാനികൾക്ക് അറിയില്ല. അപ്പൊ അക്ഷയമായിട്ടുള്ളതായിട്ടുള്ള എന്റെ ഉത്കൃഷ്ട സ്വഭാവത്തെ കുറിച്ച് ഇവർക്ക് അറിയാൻ സാധിക്കില്ല. അവരെന്താ കരുതുന്നത്? ഞാൻ ആദ്യം അവ്യക്തിഗതനായിരുന്നു, പിന്നീടാണ് ഞാൻ വ്യക്തിയായിട്ട് മാറിയതെന്ന് ഇത്തരത്തിലുള്ള വ്യക്തികളെല്ലാം കരുതും. ദേവാരാധകർ അല്പജ്ഞാനികളാണെന്ന് മുമ്പ് പറഞ്ഞു. ഇനി അവ്യക്തിഗതവാദികളെ പറ്റിയും ഇതുപോലെ പറയുന്നു. അബുദ്ധയ, ബുദ്ധിശൂന്യന്മാരാണ് ആര്? അവ്യക്തിഗതവാദികള് ബുദ്ധിശൂന്യന്മാരാണെന്ന് പറയാം നമുക്ക്. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃതഃ മൂഢോയം നാഭിജാനാതി ലോകോ മാമജമവ്യയം. ബുദ്ധിയില്ലാത്തവർക്കും മൂഢന്മാർക്കും ഞാൻ ഒരിക്കലും പ്രത്യക്ഷനാകില്ല. അപ്പൊ ഭഗവാൻ ആർക്കൊന്നും പ്രത്യക്ഷനാകില്ല? ബുദ്ധിയില്ലാത്തവർക്കും മൂഢന്മാർക്കും ഭഗവാനെ ഒരിക്കലും അറിയാൻ സാധിക്കില്ല. അവർക്ക് ഭഗവാൻ മുന്നിൽ വന്നു നിന്നാലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഭഗവാനെ. എന്തുകൊണ്ടാണ്? യോഗമായി എന്ന ഭഗവാന്റെ അന്തരംഗ ശക്തി അവരിൽ നിന്ന് ഭഗവാനെ മറച്ചു വെക്കുന്നു. തന്മൂലം അജനും അവ്യനാണ് ഞാനെന്ന് അവർ അറിയുന്നില്ല. അപ്പൊ ഭഗവാൻ നമ്മുടെ മുന്നിൽ വന്നു നിന്നാലും മൂഢന്മാർക്ക് ഒന്നും ഭഗവാനെ മനസ്സിലാക്കാനായിട്ട്, ബുദ്ധിയില്ലാത്തവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭഗവാന്റെ തന്നെ അന്തരംഗ ശക്തിയായിട്ടുള്ള രാധാറാണി അല്ലെങ്കിൽ യോഗമായ ഭഗവാനെ അവരിൽ നിന്ന് മറച്ചു വെക്കും. അപ്പൊ അതുകൊണ്ട് അജനാണ്, അവ്യനാണ്, നിത്യനായിട്ടുള്ള ആ ഭഗവാനെ ആർക്കും അറിയാനായിട്ട് സാധിക്കില്ല. കൃഷ്ണൻ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നപ്പോൾ അന്ന് എവർക്കും ദൃശ്യനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഇന്നും എവർക്കും പ്രത്യക്ഷീഭവിക്കുന്നില്ല എന്ന് ചിലർ ചോദിച്ചേക്കാം. വാസ്തവത്തിൽ അദ്ദേഹം എല്ലാവർക്കും പ്രത്യക്ഷീഭവിച്ചിരുന്നില്ല. കൃഷ്ണൻ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ കുറച്ചു പേർ മാത്രമേ അദ്ദേഹത്തെ ഭഗവാൻ എന്നിൽ മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഭഗവാൻ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്തും എല്ലാവർക്കും എന്ത് സാധിച്ചിരുന്നില്ല? ഭഗവാനാണ്, പരമദിവ്യോത്തമ പുരുഷനാണെന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ഭാഗം 30 വരെ വ്യാമോഹിതരായ ജീവജാലങ്ങളും ഭഗവത് ജ്ഞാനം കൊണ്ട് ലഭിക്കാവുന്ന മുക്തിയും കുറിച്ചാണ് അടുത്ത ഭാഗത്തിൽ പറയുന്നത്. വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന ഭവിഷ്യാണി ച ഭൂതാനി മാതും വേദന കശ്ചന. ഹേ അർജുന, പരമപുരുഷനായ എനിക്ക് പണ്ടുണ്ടായതും ഇന്ന് സംഭവിക്കുന്നതും മേലിൽ വരാൻ പോകുന്നതുമായ എല്ലാം അറിയാം. എല്ലാ ജീവജാലങ്ങളും എനിക്ക് സുപരിചിതരാണ്, പക്ഷെ എന്നെ ആർക്കും അറിയാൻ വയ്യ. അപ്പൊ ഭഗവാൻ പറയാണ്, കാരണം ഭഗവാന് ഇന്നത്തെ കാര്യവും നാളത്തെ കാര്യവും പിന്നെ ഇനി വരാൻ മുന്നത്തെ കാര്യം അല്ലെ, മുന്നത്തെ കാര്യവും ഇന്നത്തെ കാര്യവും നാളത്തെ കാര്യവും അറിയാൻ ആർക്ക് സാധിക്കും? ഭഗവാന് സാധിക്കും. പിന്നെ അത് മാത്രല്ല, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അറിയാനായിട്ടും ഭഗവാന് സാധിക്കും. പിന്നെന്താ പറഞ്ഞ, ഭഗവാൻ എല്ലാ ജീവാത്മാക്കളിലും ആരായിട്ടിരിക്കുന്നുണ്ട്? പരമാത്മാവായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ജീവാത്മാക്കളും ഭഗവാന് പരിചിതരാണ്. പക്ഷെ ആ ജീവാത്മാക്കൾക്കൊന്നും ആരറിയില്ല? ഭഗവാൻ അറിയാൻ സാധിക്കില്ല. പക്ഷെ ഭഗവാൻ എല്ലാവരും അറിയാനായിട്ട് സാധിക്കും. കാരണം എല്ലാവരിലും ഭഗവാൻ ഉണ്ട്. അതുകൊണ്ട് ഭഗവാൻ എല്ലാവരും അറിയാൻ സാധിക്കും. പക്ഷെ അവർക്ക് ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കില്ല. ഭൗതിക ലോകത്തിൽ സൂര്യനെയും തന്നെ മേഘങ്ങളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആകാശത്തിൽ വെച്ച് ചിലപ്പോൾ ഈ തേജോഗോളങ്ങൾ മേഘങ്ങളെ മറയ്ക്കാറുണ്ട്. പക്ഷെ നമ്മുടെ പരിമിതി ദൃഷ്ടികളിൽ നിന്ന് മാത്രമേ ഇവ മറയുന്നുള്ളൂ. വാസ്തവത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മറയ്ക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ മായയ്ക്ക് പരമപുരുഷനെ മറയ്ക്കുവാൻ കഴിയില്ല. തന്റെ അന്തരംഗ ശക്തിയാൽ അല്പബുദ്ധികൾക്ക് അദ്ദേഹം അവ്യക്തനാണ്. നമുക്ക് ഈ ഭൗതിക ലോകത്തില് സൂര്യനെ നമ്മൾ കണ്ണിൽ കാണുന്നില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം സൂര്യൻ അവിടുന്ന് പോയി എന്നല്ല. പക്ഷെ എന്താണ്, നമുക്കത് മറയ്ക്കപ്പെട്ടിരുന്നത് മാത്രം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലാതെ സൂര്യൻ അവിടെ തന്നെ ഉണ്ട്, പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെയാണ് ഭഗവാനും. ഭഗവാൻ എന്താണ്? ഭഗവാനെ മറയ്ക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. പക്ഷെ അല്പബുദ്ധികളായവർക്ക് ഭഗവാൻ അവ്യക്തനാണ്. എങ്ങനെയാണ്? അന്തരംഗ ശക്തി അവരിൽ നിന്നും ഭഗവാനെ കാണാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാണ്? അവിടെ മറയ്ക്കാണ് ചെയ്യുന്നത്. ഇച്ഛദ്ദേശസമുത്ഥേന ദ്വന്ദ്വമോഹേന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേ യാന്തി പരം തപ. ഹേ ശത്രുഞ്ജയനായ ഭാരത, എല്ലാ ജീവജാലങ്ങളും ജനനം മുതൽക്കേ രാഗദ്വേഷങ്ങളാകുന്ന ദ്വന്ദ്ങ്ങളാൽ വ്യാമോഹിതരാകുന്നു. അപ്പൊ എല്ലാ ജീവാത്മാക്കളും എങ്ങനെയാണ്? ജനനം മുതൽക്ക് തന്നെ രാഗദ്വേഷങ്ങളായിട്ടുള്ള ദ്വന്ദ്ങ്ങളാൽ വിമോഹിതരാകുന്നു. അപ്പൊ എല്ലാവർക്കും എന്ത് വരുന്നുണ്ട്?
രാഗദ്വേഷങ്ങൾ വരുന്നുണ്ട്. രാഗദ്വേഷങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, അത് എല്ലാവർക്കും വരുന്നുണ്ട്. അത് ജനനം മുതലേ തന്നെ എല്ലാവർക്കും വരുന്നതാണ് എന്ത്, ഈ രാഗദ്വേഷങ്ങളെല്ലാം തന്നെ. രാഗദ്വേഷങ്ങളാകുന്ന ദ്വന്ദ്ങ്ങളിൽ നിന്നാണ് മായാശക്തി പ്രത്യക്ഷപ്പെടുന്നത്. ഇവയ്ക്ക് വഴങ്ങി മൂഢാത്മാവ് ഭഗവാനോട് ഏകീഭവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം തന്നെ കൃഷ്ണന്റെ ഭഗവത് ഭാവത്തിൽ ഈർഷ്യാലുവാവുകയും ചെയ്യും. ഭഗവാൻ കൃഷ്ണൻ തന്റെ അന്തരംഗ ശക്തിയിലൂടെയാണ് പ്രത്യക്ഷീഭവിക്കുന്നതെന്ന് രാഗദ്വേഷങ്ങളാൽ വ്യാമോഹിതരല്ലാത്ത ശുദ്ധ ഭക്തന്മാർക്കറിയും. ഈ രാഗദ്വേഷങ്ങളിൽ വ്യാമോഹിതരായവർക്ക് ഭഗവാനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അവർക്ക് മനസ്സിലാക്കാത്തവർക്ക് ഒന്നും സാധിക്കില്ല. അവരെന്താണ്, ഭഗവാനോട് ഏകീഭവിക്കാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം താൻ കൃഷ്ണന്റെ ഭഗവത് ധാമത്തിൽ ഈർഷ്യാലുവാവുകയും ചെയ്യും ഭഗവാന്റെ ഭാവത്തില്. പക്ഷെ ഭഗവാനെ കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നവര് എന്താണ്, അവർക്ക് ഭഗവാൻ അന്തരംഗ ശക്തിയിലൂടെയാണ് ഭഗവാൻ പ്രത്യക്ഷീഭവിക്കുന്നതെന്നും ആർക്കറിയാൻ സാധിക്കും? ശുദ്ധ ഭക്തന്മാർക്ക് അറിയാനായിട്ട് സാധിക്കും. യേഷാം ത്വന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ത്വന്ദമോഹ നിർമുക്ത ഭജന്തേ മാം ദൃഢവ്രത. പൂർവ്വജന്മത്തിലും ഈ ജന്മത്തിലും പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർ അവരുടെ പാപഫലങ്ങൾ നിർമാർജനം ചെയ്ത് ദ്വന്ദ്മോഹങ്ങളിൽ നിന്നും വിമുക്തരാകുന്നു. അങ്ങനെ അവർ ദൃഢനിശ്ചയത്തോടെ എന്റെ സേവനത്തിൽ മുഴുകുന്നു. അപ്പൊ ഈ ജന്മത്തിൽ മാത്രമല്ല, പൂർവ്വജന്മങ്ങളും പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് സാധിക്കും? അവരുടെ പാപങ്ങള് നിർമാർജനം ചെയ്ത് ദ്വന്ദ്മോഹങ്ങളിൽ നിന്ന് വിമുക്തരാകാനും അങ്ങനെ ദൃഢനിശ്ചയത്തോടെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാനും അവർക്ക് സാധിക്കും. എങ്ങനെയുള്ളവർക്കാണ്? പൂർവ്വജന്മത്തിലും ഈ ജന്മത്തിലൊക്കെ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക്. യഥാർത്ഥത്തിൽ മുക്തനാവണമെന്ന് ആഗ്രഹിക്കുന്നവർ ഭക്തന്മാരെ സേവിക്കേണ്ടതാണെന്ന് ശ്രീമദ് ഭാഗവതം 5-ാം സ്കന്ധം 5-ാം അധ്യായം 2-ാം ശ്ലോകത്തിൽ നിർദ്ദേശിക്കുന്നു. ഒരു ഭക്തനാവണമെങ്കിൽ എന്ത് വേണം? ഭക്തന്മാരെ സേവിക്കണം. മഹത് സേവാം ദ്വാരമാഹൂർ വിമുക്ത. ഭൗതികതയിൽ മുഴുകിയവരുമായുള്ള സഹവാസം തമോമായ ജീവിതത്തിലേക്കുള്ള വഴിയാണ്. അപ്പൊ ഭൗതികമായ ജീവിതത്തില് ഭൗതികമായ ജീവിതത്തിൽ മുഴുകിയിട്ടുള്ളവരുടെ സഹവാസം തമോമായ ജീവിതത്തിലേക്കുള്ള വഴിയാണ്. അപ്പൊ നമ്മളെ തമോ ഗുണത്തിൽ എത്തിക്കുന്നതാണ് എന്ത്? ഈ ഭൗതികതയിൽ മുഴുകിയിട്ടുള്ള ഭക്തന്മാരുമായിട്ട്, അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ള സഹവാസം. തമോദ്വാരം യോഷിതാം സംഗീ സംഘം എന്നാണ് പറയുന്നത് ഇവിടെ. അപ്പൊ മഹത് സേവാം ദ്വാരാം മാഹൂർ വിമുക്ത. ഭൗതികതയിൽ മുഴുകിയിട്ടുള്ളവരുമായിട്ടുള്ള സഹവാസം തമോമായ ജീവിതത്തിലേക്ക് വഴിതെളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ കൂടുതൽ തമോ ഗുണത്തിലേക്ക് കൊണ്ടുപോകാണ് ചെയ്യുന്നത്. ജരാ മരണ മോക്ഷായ മാമാശ്രിത്യായ ദന്തിതേ തേ ബ്രഹ്മ തദ്വിത്തു കൃഷ്ണ മധ്യാത്മം കർമ്മ ചാക്കിലം. വാർദ്ധക്യത്തിൽ നിന്നും മൃത്യുവിൽ നിന്നും മോചനം നേടാൻ പ്രയത്നിക്കുന്ന ബുദ്ധിമാന്മാർ ഭക്തിഭരിതമായ സേവനത്താൽ എന്നെ ആശ്രയിക്കുന്നു. ആധ്യാത്മിക പ്രവർത്തനങ്ങളെ പറ്റി പൂർണ്ണജ്ഞാനമുള്ള അവർ വാസ്തവത്തിൽ ബ്രഹ്മം തന്നെ. ഇവിടെ വാർദ്ധക്യത്തിൽ നിന്നും മൃത്യുവിൽ നിന്നും മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർ ആരാധിക്കും? ഭഗവാനെ സേവനത്താൽ അവര് ഭഗവാനെ ആശ്രയിച്ചു കൊണ്ടിരിക്കും, ഭഗവാനെ ആരാധിച്ചു കൊണ്ടിരിക്കും. മോചനം നേടാൻ ആഗ്രഹിക്കുന്നവര് എന്തിൽ നിന്നൊക്കെ? വാർദ്ധക്യത്തിൽ നിന്നും മൃത്യുവിൽ നിന്നും മോചനം നേടാൻ ആഗ്രഹിക്കുന്നവര്. ആധ്യാത്മിക പ്രവർത്തനങ്ങളെ പറ്റി പൂർണ്ണ ജ്ഞാനമുള്ളവർ വാസ്തവത്തിൽ ബ്രഹ്മം തന്നെയാണ്. അപ്പൊ ഇവർക്ക് എന്തിനെ കുറിച്ച് ജ്ഞാനമുണ്ട്? ആധ്യാത്മിക പ്രവർത്തനങ്ങളെ കുറിച്ചുള്ളൊരു ജ്ഞാനം അവർക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് ബുദ്ധിമാന്മാരാണ്. കാരണം എന്താണ്? മൃത്യുവിൽ നിന്നും വാർദ്ധക്യത്തിൽ നിന്നും മോചനം നേടാനായിട്ട് അവര് ഭക്തിപരമായിട്ടുള്ള സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെയാണ് നമുക്ക് മൃത്യുവിൽ നിന്നും പിന്നെ വാർദ്ധക്യത്തിൽ നിന്നും മോചനം നേടാൻ സാധിക്കുന്നത്? നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഭഗവാനെ സ്മരിച്ച് മോചനം നേടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഭൗതിക ലോകത്തുനിന്ന് പോകണം. എന്നാൽ മാത്രമല്ല നമുക്ക് മൃത്യുവിൽ നിന്നും, പിന്നെ അതുപോലെ തന്നെ വേറെന്താ പറഞ്ഞത്? ജരാനരകളോ വാർദ്ധക്യത്തിൽ നിന്ന്, അല്ലെ? വാർദ്ധക്യത്തിൽ നിന്ന് മോചനം നേടണമെങ്കിൽ നമുക്ക് എന്താണ്? നമുക്ക് ഈ ഭൗതിക ലോകത്തുനിന്ന് പോകണം. ഭൗതിക ലോകത്തിലാണെങ്കിൽ ഭഗവാനെ സ്മരിച്ചാൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? ജരാനരകൾ ബാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മരണവും സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്ത് വേണം? ഈ ഭൗതിക ലോകത്തുനിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും വേണ്ടി വരില്ല. ഗോലോക വൃന്ദാവനം എന്നറിയപ്പെടുന്ന കൃഷ്ണന്റെ വിശിഷ്ടധാമത്തിൽ ബുദ്ധി കുറഞ്ഞ ബ്രഹ്മ സാക്ഷാത്കാരം ലഭിച്ചവർക്ക് പോലും പ്രവേശനമില്ല. ഗോലോക വൃന്ദാവനത്തില് എന്താണ് പറഞ്ഞ? ബ്രഹ്മ സാക്ഷാത്കാരം ലഭിച്ചാൽ പോലും പ്രവേശനം കിട്ടില്ല.
അവിടെ എന്താണ്? കൃഷ്ണാവബോധപൂർവ്വം പ്രവർത്തിക്കുന്നവരെ ബ്രഹ്മൻ എന്ന് വിളിക്കാൻ അർഹതയുള്ളൂ. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്നവരെ മാത്രമാണ് നമുക്ക് ബ്രഹ്മൻ എന്ന് പറയുന്നത്. അവരാണ് ശരിക്കും കൃഷ്ണന്റെ ലോകം പ്രാപിക്കാൻ യത്നിക്കുന്നത്. കൃഷ്ണനെ പറ്റി യാതൊരു മിഥ്യാധാരണയും ഇല്ലാത്തവർ ബ്രഹ്മൻ തന്നെ. അപ്പൊ ഇവരാണ് എന്ത് ചെയ്യുന്നത്? കൃഷ്ണന്റെ ലോകം പ്രാപിക്കാൻ യത്നിക്കുന്നവരാണ് ബ്രഹ്മൻ എന്ന് വിളിക്കപ്പെടുന്നത്. കൃഷ്ണനെ പറ്റി യാതൊരു മിഥ്യാധാരണയും ഇല്ലാത്തവരാരാണ്? ബ്രഹ്മൻ തന്നെയാണ് എന്ന് പറയാം നമുക്ക്. സാധി ഭൂതാദി ദൈവം മാം സാധി യജ്ഞം ചേവിദുഹു പ്രയാണകാലേ പീച്ചമാം ദേവു ദിർയുക്തു ചേതസ. എന്നെ അറിയുക, എപ്പോഴും എന്നെ കുറിച്ചുള്ള ബോധം പുലർത്തുകയും ചെയ്യുക. ഭൗതിക പ്രപഞ്ചങ്ങളുടെയും ദേവന്മാരുടെയും സർവ്വയജ്ഞങ്ങളുടെയും നിയന്താവായ ഭഗവാനാണ് ഞാൻ എന്നറിയുന്നവർ മരണശേഷം എന്നെ സ്മരിക്കും. അപ്പൊ എങ്ങനെയാണ് പറയുന്നത്? എന്നെ അറിയണം, എപ്പോഴും എന്നെ കുറിച്ചുള്ള ബോധം പുലർത്തുകയും ചെയ്യുന്നവർ ഭൗതിക പ്രപഞ്ചങ്ങളുടെയും ദേവന്മാരുടെയും സർവ്വയജ്ഞങ്ങളുടെയും നിയന്താവായ ഭഗവാനാണ് ഞാൻ എന്നറിയുന്നവർക്ക് മരണശേഷം എന്നെ പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഭഗവാനെ അറിയണം. എങ്ങനെ അറിയണം? ഭഗവാനെ കുറിച്ചുള്ള ബോധം പുലർത്തണം. പിന്നെ ഭൗതിക പ്രപഞ്ചത്തിന്റെ നാഥനാണ് ഭഗവാൻ, ദേവന്മാരുടെയും സർവ്വ ലോകങ്ങളുടെയും നിയന്താവാണ് ഭഗവാൻ. ഇതറിയുന്നവർക്ക് മരണസമയത്ത് പോലും ഭഗവാനെ സ്മരിക്കാനായിട്ട് സാധിക്കും. ഈ അധ്യായത്തിൽ ഏതൊക്കെ വിഷയങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്? ക്ലേശത്തിൽപ്പെട്ട മനുഷ്യന്മാരെ കുറിച്ച്, ജിജ്ഞാസു, ഭൗതിക സൗകര്യങ്ങൾ തേടുന്നവർ, പിന്നെന്താണ്? ബ്രഹ്മജ്ഞാനം, പരമജ്ഞാനം, ജനന മരണ രോഗാദികളിൽ നിന്നുള്ള മോചനം, ഭഗവത് ആരാധന എന്നിങ്ങനെ പലതും. കൃഷ്ണാവബോധം ശരിക്കും വളർന്നിട്ടുള്ള ഒരാൾ ഈ വ്യത്യസ്ത പ്രക്രിയകളെ കാര്യമായി എടുക്കാറില്ല. അയാൾ കൃഷ്ണാവബോധ കർമ്മങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ടേയിരിക്കും. അങ്ങനെ കൃഷ്ണന്റെ നിത്യദാസൻ എന്ന സ്വാഭാവിക അവസ്ഥയെ പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ കൃഷ്ണാവബോധത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിക്ക് എന്താണ്? ഇതൊന്നും അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല. കാരണം അയാൾ എന്താണ്? അയാളുടെ പ്രവർത്തികളിൽ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ സാധിക്കും ആ വ്യക്തിക്ക് ഭഗവാന്റെ നിത്യദാസൻ എന്ന സ്വാഭാവികമായ അവസ്ഥ പ്രാപിക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മളൊക്കെ എങ്ങനെയുള്ളവരായിരുന്നു? ഭഗവാന്റെ നിത്യദാസത്വം ചെയ്തിരുന്നവരായിരുന്നു നമ്മളെല്ലാം. പക്ഷെ നമ്മള് ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ നമുക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വീണ്ടും സാധിക്കും? ഭഗവാന്റെ നിത്യദാസത്യം എന്ന ആ സ്വാഭാവികമായ അവസ്ഥയെ പ്രാപിക്കാനായിട്ട് സാധിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചകൽപതരൂപേശ്ച കൃപാ സിന്ധോഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവൃദ്ധി കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരുദേവ് കി ജയ്, നിതായ് ഗൗര പ്രമാനന്ദേ. ഹരി ഹരി ബോൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ നമുക്കൊന്ന്? ഏഴാമത്തെ ക്വസ്റ്റ്യൻ മുതല. എത്ര പേര് നമ്മൾ നോക്കിയത്? 6 ഭഗവാനെ ശരണം പ്രാപിക്കാത്ത 4 കൂട്ടരാരൊക്കെയാണ്? ശുദ്ധരായ മൂഢന്മാര്, നിഷാദമന്മാർ, നിരീശ്വരായ അസുരന്മാർ, മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനികൾ. നിരീശ്വരായ അസുരന്മാർ 4 കൂട്ടരല്ലേ? മൂഢൻ, നരാധവന്മാർ, മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോട് കൂടിയവര്, അസുര സ്വഭാവത്തിലുള്ളവര്. പ്രാപിക്കുന്ന 4 പേര് ആരൊക്കെയാണ്? ദുഃഖിതർ, ധനകാംക്ഷികൾ, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി. ആത്മജ്ഞാനമുള്ളവർ. ജ്ഞാനി അല്ലെ? ദുഃഖിതൻ, ധനകാംക്ഷി, ജിജ്ഞാസു, ജ്ഞാനി. ആർത്തോ, അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജ്ഞാനി. പിന്നെ അടുത്ത എന്താണ്? ഭഗവാന് ജ്ഞാനിയാണ് ഏറ്റവും പ്രിയപ്പെട്ടെന്ന് പറയാൻ കാരണം എന്താണ്? പരമസത്യത്തെ കുറിച്ച് അറിയുന്നവനും ജ്ഞാനത്തെ കുറിച്ച് അറിയുന്നവനും ജ്ഞാനം നേടിയ വ്യക്തി. എന്തുകൊണ്ടാണ്? എന്നോട് പറഞ്ഞേ. പരമസത്യത്തെ കുറിച്ച് അറിയുന്നവനും അതീന്ദ്രിയ ജ്ഞാനത്തെ കുറിച്ചുള്ള ജ്ഞാനം നേടിയ വ്യക്തി. വലിയൊരു പോയിന്റ് അതിലുണ്ട്. ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ആ വ്യക്തിയെ ബാധിക്കില്ല. അതെ, ഭൗതികമായ ആഗ്രഹങ്ങൾ ഇല്ലാത്തത് കൊണ്ട്. ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ജ്ഞാനി എന്ത് ചെയ്യുന്നത്? ഭഗവാനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നത്.
മറ്റുള്ളവരെല്ലാം ദുഃഖം മാറാൻ അല്ലെങ്കിൽ ധനം ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. പക്ഷെ ജ്ഞാനിക്ക് അവിടെ ഒട്ടും എന്ത് വരുന്നില്ല, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങള് ഒരിക്കലും ആഗ്രഹങ്ങളില്ല. ജ്ഞാനി പ്രിയപ്പെട്ടതാവാൻ കാരണം. ജീവാത്മാക്കൾ എങ്ങനെയാണ് ഭഗവാന്റെ വിശ്വശരീരത്തിൽ അംശമാകുന്നത്? ബ്രാഹ്മണന്മാര് ശിരസ്സായിട്ട്, ക്ഷത്രിയർ കൈ, വൈശ്യർ അരക്കെട്ട്, ശൂദ്രർ കാലുകള്, കാലുകള്. ഫസ്റ്റ് ബ്രാഹ്മണര് ശിരസ്, ക്ഷത്രിയന്മാർ കൈകൾ, ക്ഷത്രിയര് കൈകൾ, വൈശ്വരക്കെട്ട്, വൈശ്യർ അരക്കെട്ട്, ശൂദ്രർ കാലുകൾ. ഇനി അടുത്തത് അബുദ്ധയ എന്നാൽ എന്താണ്? അബുദ്ധയ ബുദ്ധിശൂന്യന്മാര്, ബുദ്ധിശൂന്യന്മാര് എന്ന് പറയണം കേട്ടോ. അബുദ്ധയ എന്ന് പറഞ്ഞാല് ബുദ്ധി ഇല്ലാത്തവര്, ബുദ്ധിശൂന്യന്മാരാണ് അബുദ്ധയ. ഈ അധ്യായത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്? ക്ലേശത്തിൽപ്പെട്ട മനുഷ്യര്, ബ്രഹ്മജ്ഞാനം, പരമാത്മജ്ഞാനം, ജനന മരണ രോഗങ്ങളിൽ നിന്നുള്ള മോചനം, ഭഗവത് ആരാധന. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ